ഈ വീട്ടിൽ കയറാം. ഇവിടെ കയറാം. പക്ഷേ ഇതാരെവിടെ താമസിക്കുന്നത്? ഇവിടെ താമസിക്കുന്ന അമ്മണി ചേച്ചിയാണ്. അമ്മണി ചേച്ചി എന്നാ ചെയ്യുന്ന വ്യക്തിയാണ്? എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. വീട്ടിൽ മക്കളൊക്കെ ഉണ്ട്. മക്കളൊക്കെ അവകാശമുള്ളവരൊക്കെ ഉണ്ട്. ചോദിക്കാം. ചേച്ചി നമസ്കാരമുണ്ട്. ഞാനേ എന്നെ ചേച്ചിക്ക് അറിയാവോ? ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കേട്ടോ. ചേച്ചിനെ കണ്ടിട്ടില്ല. ഇത്രയും നാളായിട്ടോ ഞാനിവിടെ ഒക്കെ നടന്ന് ഇത്രയും വോട്ടൊക്കെ പിടിച്ചിട്ട് ചേച്ചിനെ കണ്ടില്ലേ? അയ്യോ, 2ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ. അപ്പോൾ കിട്ടിയൊരു പൂവൊക്കെ ചേച്ചിക്ക് തരുവാണ് കേട്ടോ. ചേച്ചി എനിക്ക് വോട്ട് ചെയ്യണം കേട്ടോ. ചേച്ചി എന്നെ എടുക്കുമായിരുന്നു. ഞാൻ വിട്ടടിക്കും. വിട്ടോടി. അയ്യോ ചേച്ചി കറുത്തു പോയി. ഞാൻ വിട്ടടിച്ചു. ഞാനും എൻ്റെ വീട്ടിൽ ഒത്തിരി ജോലി ചെയ്യുന്ന കേട്ടോ. ശരി പൊക്കോട്ടെ. ചേച്ചിയുടെ വീടല്ലേ? കണ്ടിട്ടുണ്ടോ? എങ്ങനെ? അയ്യോ ചേച്ചി ചുമ്മാതെ വെള്ളം കളയാൻ പാടില്ലല്ലോ. ഇപ്പം വെള്ളം ഇല്ലാത്ത സമയത്ത് ഇല്ല ചെടിക്ക് ഒഴിച്ചു. ഇനി നിങ്ങൾ സംസാരിക്കേ. ഞാൻ വോട്ട് ചെയ്യണം കേട്ടോ. കൊച്ചുമക്കളില്ല, മക്കളെ വോട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. പോണം. വോട്ടൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അവൻ്റെ മൗലിക അവകാശമാണ് വോട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് രാഷ്ട്രീയമൊന്നും ബാധകമില്ല. നമുക്ക് വോട്ട് ചെയ്യുക എന്നുള്ള നമ്മുടെ കർത്തവ്യമാണ്. നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ട് വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അവകാശമാണ്. നമുക്ക് സ്വത്ത് ഒക്കെ വീതം വയ്ക്കുന്ന നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ വോട്ടവകാശം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഗ്രാമസഭയിൽ പോവുകയാണ്, ഏത് പാർട്ടി കയറിയാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് കിട്ടിയിരിക്കും. അല്ലേ? ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ പരാതി കണ്ടല്ലോ. നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് അല്ലാതെ കിട്ടിയില്ലെന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. വോട്ട് നമ്മുടെ അവകാശമാണ്. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണം. അപ്പം നമ്മുടെ അംഗങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി അവരുടെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം. തങ്കച്ചിയമ്മേ വോട്ട് ചെയ്തോ? വിരൽ കാണിച്ച് ചെയ്തില്ല. വിരലേൽ ഇതില്ല. പിന്നെ എനിക്ക് വോട്ടുണ്ടെന്ന് അറിയാം. ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ല. ബൂത്ത് മാറിപ്പോയിരിക്കും അല്ലേ? ആ ശരി. മിനി എങ്ങനെയാ? മിനി വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തോ? പറ വോട്ടിനെ പറ്റി. നമ്മുടെ മൗലികാവകാശമല്ലേ, നമുക്ക് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. വോട്ട് ചെയ്തോ രമേ? ആ ചെയ്തോ. അവൻ്റെ കർത്തവ്യം നിർവഹിച്ചു. ഇത് വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തോ. നമ്മുടെ എല്ലാം പറയാനുണ്ട് വോട്ട് ചെയ്യുന്നതിനെ പറ്റി. ക്യൂ ഉണ്ടായിരുന്നു. ഒരുപോലെ. നമ്മുടെ ചേച്ചി വോട്ട് ചെയ്തോ? കാണിച്ച കയ്യ എല്ലാം പറയണ്ടോ? ഞാൻ വലിയ തിരക്കൊന്നുമില്ല. ഞാൻ 3 മണി കഴിഞ്ഞാൽ പോയി. ആണോ? പെട്ടെന്ന് തിരിച്ചു പോന്നു. ചേച്ചി ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ല. എനിക്കൊരു മരണം ഉണ്ടായിരുന്നു, അതിന് പോയേക്കുമായിരുന്നു. വോട്ട് ചെയ്യാൻ പോയി. ആരാ ചേച്ചി മരിച്ചേ? ആരാ മരിച്ചേ? ആങ്ങളെ മരിച്ചേ. ആണോ? ശരി. വിജി ഞാൻ വോട്ട് ചെയ്തു. വോട്ട് ചെയ്തു. പറ. നമ്മുടെ അവകാശമാണ്, നമ്മുടെ മൗലികാവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ലല്ലോ. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന, അതായത് നമുക്ക് ഒരു നല്ല സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നല്ലൊരു ഭരണാധികാരി എന്ന് തോന്നുന്ന ആളിന് നമ്മൾ വോട്ട് ചെയ്യുക. രാഷ്ട്രീയം ബാധകമല്ല നമുക്ക്. അത്രേ ഉള്ളൂ. ചേച്ചി ബിന്ദു ഞാൻ വോട്ട് ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് വലിയൊരു ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നേ. ഞാൻ പഠിച്ച സ്കൂളിലാണ് എൻ്റെ ബൂത്ത്. എൻ്റെ മക്കളും ഉണ്ടായിരുന്നു കൂടെ. അപൂർവ ഭാഗ്യ, എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് ബൂത്ത് കിട്ടി. പ്ലസ് എൻ്റെ 2 മക്കളുണ്ടായിരുന്നു കൂടെ. ഇളയ മകൻ്റെ കന്നി വോട്ടായിരുന്നു. എല്ലാത്തിനും വലിയ സന്തോഷമായിരുന്നു. ഞാൻ ചെയ്ത സ്ഥാനാർത്ഥി, ഞങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും. ഞാൻ വോട്ട് ചെയ്തു. രാവിലെ പോയി വോട്ട് ചെയ്തു. ഞാൻ വോട്ട് ചെയ്തു കേട്ടോ. ഞാൻ വോട്ട് ചെയ്ത പാർട്ടി വിജയിക്കും. ഉറപ്പാണോ? ഉറപ്പാ. 100% ഉറപ്പാ. ഞാൻ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ? അപ്പം ഞാൻ വോട്ട് ചെയ്ത് വോട്ട് ചെയ്യാൻ വേണ്ടി തിരക്കുന്നില്ല. എൻ്റെ മൗലികാവകാശം ഞാൻ രേഖപ്പെടുത്തി. ഇതുവരെ ഞാൻ വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിലൂടെ നന്ദി നമസ്കാരം. ഞാൻ വോട്ട് ചെയ്ത പാർട്ടി ഉറപ്പാടും ജയിച്ചിരിക്കും.